ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സഫാരി വേൾഡിലാണ്. സോ ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ അടിപൊളി കാഴ്ചകളാണെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് മുകളിൽ സെറ്റാക്കി അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇനിയിപ്പോൾ ഓരോന്ന് കാണുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നമ്മുടെ 2 കളറുള്ള മെക്കാവുകൾ ഇരിക്കുന്നുണ്ട്. റെഡും ഉണ്ട്, മഞ്ഞയുണ്ട് ഗൈസ്. പൂണികൾ നടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഫീഡും ചെയ്യാം ഗൈസ്. പോണി ഫീഡിങ്. എല്ലാരും ഇവിടെ നിൽക്കാ. ചെറുതുങ്ങൾ അവിടെ പോയി നിൽക്കണ്ട്. കണ്ട ആരാടാ എന്റെ കോട്ടയം വരുന്നിരിക്കുന്നത്? അതെ, വണ്ടി വണ്ടി നീളുണ്ട്. ദേവന്റെ അടുത്താണ് മിയോങ് ജയൻ കാറ്റ് ഫിഷിന്റെ ആണ് ഗൈസ് നമ്മളെ പോകാൻ ഗൈസ്. ഇത് വലിയ കാറ്റ് ഫിഷ് തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഉണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ തന്നെയാണ്. സ്വാനും വന്നിട്ടുണ്ട് ഗൈസ്. സ്വാൻ എൻ്റെ അമ്മി. മാനട്ടിയാണ് ഗൈസ്. മാനട്ടി എന്തിട്ടാണെന്ന് നോക്കാം. ഉള്ളിൽ നിറച്ച് മീനുകളെയാണ് കാണുന്നത് ഗൈസ്. ഗൈസ് നിറച്ച് മീനുകൾ ആണുള്ളത്. മാനറ്റി എന്ന് പറഞ്ഞു, പക്ഷെ അതവിടെ കിടക്കുന്നത് ചത്തതാണോ ജീവനുകളാണോ എന്നറിയില്ല. അത് ബൊമ്മയാണോ ഗൈസ്. ദേ നീന്തി പോകണം ഗൈസ്. നീന്തി വരുന്നുണ്ട്. ഗൈസ് ക്യാമൽ ഫീഡിങ് ഉണ്ട് ഗൈസ്. എന്തോ കൈ ഓറഞ്ച് അങ്ങടാന്ന് തോന്നുന്നു. കയ്യിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് അല്ല, വേറെന്തോ. നമ്മളെത്തിപ്പിക്കും പരിപാടി തുടങ്ങി ഗൈസ്. റെഡിയായി നിൽക്കുന്നൊക്കെ ആലോചിച്ചിട്ട് അല്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കും. ഇതാണ് ഗൈസ് മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് അടിപൊളി പരിപാടി. ഫുട്ബോൾ ബൈ ദി എലിഫൻസ്. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ബൈ എലിഫൻസ്. ഇപ്പം ബ്ലൂ ലീഡ് ചെയ്യാണ് ഗൈസ്. വീണ്ടും അടിച്ചു. കംബാക്ക് വരുമോ? റെഡ് ആനയുടെ ഭാഗത്തു നിന്നുള്ള കംബാക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തലാട്ടം നോക്കിയേ റെഡ് കിടന്നിട്ട്. പോട്ടെ. കയ്യടിക്ക്. പിന്നല്ല, ഇനി ഞാൻ ഗോളടിക്കും.
മിടുക്കൻ മിടുക്കൻ. ഷോ മാത്രമേ ഉള്ളൂ, ഗോളടിയൊന്നുമില്ല. ഗൈസ് ബ്ലൂ ജയിച്ചു ഗൈസ്. റെഡ് ഒരു ഗോൾ അടിച്ചോളൂ. ഭാഗ്യം ലാസ്റ്റ് അങ്ങനെ അടിച്ചു. തിരിച്ച് ഓടി ഓടി പോണ്ട്. കണ്ട സ്പീഡ് എന്താണ്. അടുത്തത് സ്പൈ വാർ ഷോയ്ക്ക് പോകാൻ ഗൈസ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്കൈ വാർ ഷോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റ് കൊടുത്തിട്ട് കൂടത്തെ തിരക്കായിരുന്നു ഗൈസ്. സോ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഓപ്ഷൻ വേറെ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാൻ പറയണം. അപ്പോൾ നിങ്ങൾക്ക് വലിയ തിരക്കില്ലാണ്ട് നല്ല ഫുഡ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് അടുത്ത ഷോയ്ക്കൊക്കെ പോകാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ സീ ലൈൻ ഷോ കാണാൻ വേണ്ടി പോവാണ്. ചെറുതല്ലേ?
ഷോകൾ കണ്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ് ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. കാറിന്റെ വൈപ്പറിൽ കിളി കൂട് കൂട്ടിയിരിക്കുന്നു. കാർ ഇത്ര നിന്നിട്ടും പോയില്ല. അവിടെ ഇരിക്കുക, എൻ്റെ കൂട് പോകുന്നു പറഞ്ഞിട്ട്. അടുത്തത് നമ്മൾ സഫാരി പാർക്കിലേക്കാണ് ഗൈസ്. നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കറങ്ങിയടിച്ച് പോകുന്നതാണ് ഗൈസ്. സൈഡ് ഫുള്ള് പെലിക്കണം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇവിടെ സ്വന്തം കൂടുണ്ടാക്കി മറ്റേ ഇതമ്മയാണ്, മരത്തമ്മയാണ് എല്ലാവരും ഇരിക്കണം. ഇത് ചെറിയ ടൈപ്പാണ്. പിന്നെ ഇത് അവിടെ വലിയ പെലിക്കണ ഇരിക്കണണ്ട, വാഴ ഇതാക്കിയിട്ട് മുകളിൽ കൂട്ട് വെച്ചിട്ട് അവര് ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഫുൾ ഫ്രീ ആണ്. കൂടിന്റെ ഉള്ളിലിരിക്കുന്ന ഇവിടെ സീബ്ര ഉണ്ട്. സീബ്ര എത്ര 4, 5 ഇവിടെ 6, 7 അങ്ങോട്ട് ഉണ്ട്. ജിറാഫ് ഉണ്ട്. ജിറാഫ് കുറെ പേരുണ്ട്. നിരത്തി പിടിച്ച് എത്ര പേര് നിക്കണ. നമ്മൾ ഇത്രയും ഒരുമിച്ച് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അത് പിന്നെ ഫുഡ് കൊടുക്കണ എല്ലാരും എവിടെയാ? ചെറുതല്ല നോ ഹോണ്ടായിരിക്കും. നിറച്ചെടുക്കണ്ട്. നീങ്ങിപ്പോവാനാണ് പറയണത്. കണ്ട എല്ലാരും പോണേ. ആ ബാക്കിൽ വരുന്നത് ഇത്തിരി ചെറുതാ, ബാക്കിയുള്ളതൊക്കെ എന്തൊരു വണ്ണാന്നൊക്കെ. കണ്ട പക്ഷെ പറഞ്ഞ മാതിരി രോമല്ല, രോമം പഠിച്ചു കളഞ്ഞുണ്ട്. ഒട്ടും രോമല്ല. അപ്പൊ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലെത്തി. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് അതിൻ്റെ ബോർഡിങ് മറ്റേ ചെക്ക് ഇൻ ടൈം പോലും ആയിട്ടില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി തിരിച്ച് നാട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. സോ ബൈ.